മലപ്പുറം ജില്ലയിലെ കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ്, പാറശ്ശേരി, അടയ്ക്കാക്കുണ്ട്, 70 ഏക്കർ, 50 ഏക്കർ പാന്ത്ര തുടങ്ങിയ വിവിധയിടങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്നും രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം കുരുക്കളാട് എസ്റ്റേറ്റിൽ ഒരു കടുവയെ കണ്ടതായി RRT ടീമിന് വിവരം ലഭിച്ചിരുന്നു. തേൻ ശേഖരിക്കാനെത്തിയ ആദിവാസി കുടുംബത്തിലെ വേലായുധൻ എന്നയാളാണ് കടുവയെ കണ്ട വിവരം അറിയിച്ചത്. വിവരമറിഞ്ഞയുടൻ മയക്കുവെടി സംഘം സ്ഥലത്തെത്തി കാടിനുള്ളിൽ തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. ഇതിനിടെയാണ് കടുവയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയത്. വേലായുധൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എസ്റ്റേറ്റിൽ ഇന്നും പരിശോധന തുടരുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക ഉറപ്പാക്കാൻ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇതിനിടെ കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിനിടെ ചെങ്കുത്തായ മലയിൽ നിന്ന് വീണ് പരിക്കേറ്റ DFO ധനിക്ലാൽ ചികിത്സയിൽ തുടരുകയാണ്. കാൽപാദത്തിന്റെ എല്ലിനാണ് പൊട്ടൽ സംഭവിച്ചത്. ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഒരാഴ്ച കഴിഞ്ഞ് ശസ്ത്രക്രിയ നടത്താനാണ് തീരുമാനം. സീ മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.